എല്ലാവരും ഇത് ഏറ്റുചൊല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖിലൻ വഅദബൻ വഈമാനൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖിലൻ വഅദബൻ വഈമാനൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖിലൻ വഅദബൻ വഈമാനൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഭിവന്യരായ സയ്യിദ് അവറുകളെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട യൂനുസ് ബാഖവി ഉസ്താദ്, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഖവി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, കാരണവന്മാരെ, നേതാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇന്ന് ഇവിടെ ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം ഒരു ദർസ്, അതുപോലെ തന്നെ ഹിഫ്ള് കോളേജ് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരൊറ്റ ഹദീസ് മാത്രം വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽമിന്റെ മഹത്വം പറയുന്നു, മൻ സ്വല്ല സ്വലാത്ത മഅൽ ജമാഅത്തി, ജമാഅത്തായി ഒരാൾ നിസ്കരിക്കുകയും വജലസ ഫീ ഹൽഖത്തിൽ ഇൽമി, ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുകയും വസമിഅ കലാമല്ലാഹ്, അല്ലാഹുവിന്റെ കലാമാകുന്ന ഇൽമിനെ കേൾക്കുകയും ചെയ്താൽ വഅമില ബിഹാ, അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്താൽ അഅതാഹുല്ലാഹു സിത്തത അശിയാ, അല്ലാഹു തആല അവർക്ക് 6 ഗുണങ്ങൾ ചെയ്യും. അതായത് നാം ഇൽമ് പഠിച്ചിട്ടുണ്ടെങ്കിൽ 6 നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. ഒന്ന്, അർറിസുഖുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം.
രണ്ടാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു, വയൻജു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തും. അഥവാ ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം വേണം, അത് ഇൽമിന്റെ അഹ്ലുകാർക്ക് അല്ലാഹു നൽകും. രണ്ടാമതായി നമ്മുടെ രണ്ടാമത്തെ വീട് ആഖിറമാണ്. ആഖിറത്തിന്റെ തുടക്കം ഖബറാണ്. ഈ ഖബറിൽ ഇൽമിന്റെ അഹ്ലുകാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വയുഅ്താ കിതാബഹു ബിയമീനിഹി, അവനിക്ക് വലങ്കയിൽ കിതാബ് നൽകപ്പെടും. അഥവാ ഖബർ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഘട്ടം മഹ്ശറയാണ്. മഹ്ശറയിൽ ഇൽമിന്റെ അഹ്ലുകാർക്ക് വലങ്കയിൽ കിതാബ് നൽകപ്പെടുകയും വയഞ്ചു, അവൻ രക്ഷപ്പെടുകയും ചെയ്യും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വയമുറു അല സിറാത്തി കൽ ബർഖിൽ ഖാതിഫി, മിന്നൽ വേഗതയിൽ സിറാത്ത് പാലം കടക്കാൻ സാധിക്കും. അഞ്ചാമതായി മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വയഹ്ശറു മഅൻ നബിയീൻ, നബിമാരോടുകൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടും. അവസാനമായി റസൂല് പറയുകയാണ്, വബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന ലഹു 40 ബാബൻ മിയാഖൂത്തിൻ ഹംറാ, സ്വർഗീയ ആരാമത്തിൽ ഇൽമിന്റെ അഹ്ലുകാർക്ക് ഒരു കോട്ട അല്ലാഹു തആല നിർമ്മിച്ചു കൊടുക്കും, 40 ഗേറ്റുള്ള ചുവന്ന മാണിക്യത്തിനാലുള്ള കോട്ടയായിരിക്കുമെന്ന്. ഇത്രയും പുണ്യമുള്ളൊരു ഇബാദത്താണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. അതിനെ സഹായിക്കുന്നവര് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 4 വിഭാഗം ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഒന്ന് അംബിയാക്കൾ, മറ്റൊന്ന് ശുഹദാക്കൾ, മറ്റൊന്ന് ഇൽമിനെ സഹായിച്ചവർ, മറ്റൊന്ന് സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ചെയ്തവർ. അങ്ങനെ ഇവരിൽ നിന്ന് ആരാണ് ആദ്യമായി സ്വർഗത്തിൽ കടക്കേണ്ടത്? പരസ്പരം തർക്കിക്കുമ്പോൾ അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിക്കും. അങ്ങനെ ആ മലക്ക് വന്നുകൊണ്ട് ശുഹദാക്കളോട് ചോദിക്കും, നിങ്ങൾ ആദ്യമായി സ്വർഗത്തിൽ കടക്കണമെന്ന് പറയാൻ കാരണം എന്താ? അവർ പറയും, ഞങ്ങളുടെ സ്വന്തം ശരീരം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തവരാണെന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കും, അങ്ങനെ സ്വന്തം ശരീരം ഇസ്ലാമിന് സംഭാവന ചെയ്താൽ സ്വർഗത്തിൽ കടക്കുമെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അവർ പറയും, ആലിമീങ്ങളാണ്. എങ്കിൽ ഈ ആലിമീങ്ങൾക്ക് മുന്നിലായി സ്വർഗത്തിൽ കടക്കണം എന്ന് പറയുന്നത് ഒരു അദബുകേടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരതിൽ നിന്ന് പിന്തിരിയും. രണ്ടാമതായി ഹാജിമാരോട് അല്ലാഹു ചോദിക്കും, നിങ്ങൾ ആദ്യമായി സ്വർഗത്തിൽ കടക്കണം എന്ന് പറയുവാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല എന്ന്. അങ്ങനെ അവരോടും നേരത്തെ ശുഹദാക്കളോട് ചോദിച്ചതുപോലെ ചോദിക്കുകയും അതുപോലെ പറയുകയും ചെയ്യും. മൂന്നാമതായി ഇൽമിന് സഹായിക്കുന്ന ആളുകളോടും ഇതുപോലെ പറയും. അങ്ങനെ ആദ്യമായി സ്വർഗത്തിൽ കടക്കേണ്ടത് പണ്ഡിതന്മാരാണെന്ന് എല്ലാവരും സമ്മതിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും, റബ്ബേ, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ മുമ്പ് സ്വർഗത്തിൽ കടക്കേണ്ടത് ഇൽമിനെ സഹായിച്ച നല്ലവരായ ആളുകളാണ്. കാരണം അവർ സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പണ്ഡിതന്മാരാകുമായിരുന്നില്ല, ആലിമീങ്ങളാകുമായിരുന്നില്ല. അതുകൊണ്ട് ആദ്യം സ്വർഗത്തിൽ കടക്കേണ്ടത് ഇൽമിനെ സഹായിക്കുന്നവരാണ് എന്ന്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മളെല്ലാവരും ഇതിനെ സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.